ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ? നമ്മുടെ ചെറിയൊരു ചിക്കൻ ഫാമിൽ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പാർട്ടായിട്ട് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിന്ന് വിചാരിച്ചു, ഞാൻ എന്തായാലും ഇന്ന് കയറുവാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. മാത്രമല്ല, ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആയെങ്കിലോ, ആർക്കെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുവാണെങ്കിലോ ഞാൻ ഇതിൻ്റെ ഫുൾ പോസ്റ്റ് കൂടി പറഞ്ഞു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ യെസ്, വെൽക്കം ടു മൈ ചിക്കൻ ഫാം. ഇതാര്? ഹായ്, നിനക്ക് താഴെ പാവ. ഇതാര്? പിന്നെ നമ്മുടെ സെക്കൻഡ് ഡേ. ഇതിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചതിൽ സ്ട്രക്ചർ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 3/4 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെയും ഒക്കെ സ്ക്വയർ പൈപ്പിൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു. അതിലേക്ക് ചുറ്റിലും പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് ഇട്ട് കൊടുത്തു. പിന്നെ ബേസ് സ്ട്രോങ് ആവാൻ വേണ്ടി തന്നെ മറ്റേ ഇരുമ്പിൻ്റെ മെഷാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് നിന്നോളുമല്ലോ. എത്ര കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും അതിനൊരു ആ ഒരു ബലം കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിലേക്ക് നാടൻ കോഴി പിന്നെ കുഞ്ഞുങ്ങളെയും ആണ് ആദ്യം നമ്മൾ കൊണ്ടുവിട്ടത്. അപ്പോൾ അതായിരുന്നു അപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഇതുങ്ങൾക്ക് തിന്നാൻ നമ്മുടെ മറ്റേ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നുള്ള തന്നെ വേസ്റ്റായിട്ട് പറിച്ച് കളയുന്ന ഇലകൾ മാത്രമൊക്കെയാണ് കൊടുക്കുന്നത്. അതും പിന്നെ ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ ബാക്കി വന്ന ചോറും അങ്ങനെയൊക്കെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ ഹാപ്പി. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ നമ്മുടെ ഗാർഡൻ വേസ്റ്റ് അധികം ഉണ്ടായിരുന്നു. ഈ ചെടി ഇത് തന്നെ കഴിച്ചോളും. അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഗാർഡനിലേക്ക് യൂസും ചെയ്യാം. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗിവൻ ടേക്ക്. ഈ കൂടുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വന്നത് ഈ സ്ക്വയർ പൈപ്പിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ആദ്യം പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴാണ് വേറെ സ്ഥലത്തേക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത് തോന്നുന്നത്. അപ്പോൾ വീണ്ടും വാങ്ങും. അങ്ങനെ അത്യാവശ്യം നല്ലൊരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ബഡ്ജറ്റിനേക്കാളും എമൗണ്ട് കൂടിപ്പോയി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആൾറെഡി കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ കോഴികളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ഫുള്ള് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുവാണ് അതിന്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നടക്കുമല്ലോ. നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഇത്. അത് കുറച്ച് വളർന്നു. ഇതൊരു 3 മാസം പ്രായമുള്ള സമയത്തുള്ള വീഡിയോ ആണ്. നമ്മുടെ കൂട് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി കോഴിക്കുഞ്ഞുങ്ങളെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു 20 ഫാൻസി ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു. ഇതിൽ ബ്രഹ്മ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ എന്തൊരു
ഡോർഫ് വെറൈറ്റി എന്ന് വെച്ചാൽ ചെറിയ കുറുങ്കാലി ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുന്നു നോക്കും. അപ്പോൾ ഈ ഒരു ഇപ്പം ഇത് ചെറിയ ടൈപ്പാണ്. അതിന് ഹൈറ്റ് കുറവുള്ള ടൈപ്പാണ് ഈ 3 ഇത് നമ്മൾ ഉടച്ച ആ സമയത്ത് തന്നെ ഉടച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 months ഇതിന് സ്റ്റാർട്ടേഴ്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഒന്നാ ഞാൻ വിളിച്ചുള്ളൂ. എന്നതിത് അത് വേറെ വെറൈറ്റി. അത് അത്യാവശ്യം വലുതാണ്. പിന്നെ ഈവനിങ് തരുവാനേ ബാക്കിയില്ല. ഓട്ടിക്കേ വാവേ, ഓട്ടിക്കേ വാവേ. ഇത് പാവം പാവം. ഇത് എവിടെ പാവം? ഇവിടെ പമ്മിലച്ച കണ്ടി. ഇതാര്? പാവം പോകത്തി. അയ്യോ അതിന്റെ രോമങ്ങെല്ലാം കണ്ടി. കുത്തിക്കോ കുത്തിക്കോ, എതിലിനെ കുത്തിക്കോയേ കോളി, എതിലിനെ കുത്തിക്കോ. ഇല്ല അതിനെ ഓട്ടിക്കത്തേ. ഇങ്ങക്കില്ല ഇത് വെച്ച് തന്നെ. അപ്പൊ ഇത് കഴിച്ചാ പോരെ. ബാ 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 ബാ.
ചോട്ടൂസെല്ലാം തിന്നൂലല്ലോ തീറ്റ. വിട് വിട് വിട്. അതിനെ ഓട്ടിക്കാത്തേ. ഇങ്ങ വാ. വിട്ട് വിട്ട് വിട്ട്. ഇതിൽ നമ്മൾ കോഴി ഫാമിൽ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം അത് ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ മന്ത്ലി 1 ടൈം ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യും, ഗണ്ണൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ഇവിടെ വാട്ടർ കണക്ഷൻസ് ഉണ്ട്, അപ്പോൾ ഡെയിലി വന്നിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ടൊക്കെ പോകും. അപ്പോൾ ഇത് അത്രയും ഒട്ടിപ്പിടിച്ച് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഗണ്ണ് വെച്ചിട്ട് മന്ത്ലി 1 ടൈം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികളൊക്കെ രോഗമില്ലാണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. നമ്മളിങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഹാപ്പിയാവും ഈ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു വൃത്തിയുള്ളൊരു ഇത് അതിനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത് വൃത്തിയില്ലാത്ത ഒരു രീതിക്ക് ആവില്ല. എപ്പോഴും ആ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ കോഴികളുടെയും താറാവിൻ്റെ ഒക്കെ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ ഞാൻ 2 വൈറ്റ് താറാവിനെ എൻ്റെ കസിൻ തന്നതാണ്. അത് വന്നപ്പോൾ നമ്മുടെ കൂടിനൊരു ഭയങ്കര ഒരു ഐശ്വര്യം വന്നു. ഈ ചിക്കൻ ഫാം കാരണം ഏറ്റവും ഹാപ്പി ആവുന്നത് എസിലിൻ ബേബിയാണ്. അവൾക്ക് ഒരു ഡെയിലി ഒരു റുട്ടീൻ ഉണ്ട്. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് മുട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തിട്ടൊക്കെ പോകുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ഒന്ന് കളിപ്പിച്ച് നടക്കുന്നതൊക്കെ. ഇതിൻ്റെ ഒരു ഐഡിയ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ ഇയർ തന്നെ ഒരു ഓഗസ്റ്റ് ഒക്കെ ടൈമിൽ എനിക്ക് ഓഗസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ചെയ്ത് തരാൻ വേണ്ടി ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ റഷ്യയാണ്. അപ്പോൾ അവന് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ അവൻ വെൽഡിംഗ് ഒക്കെ അറിയാം. അപ്പോൾ അവൻ ചെയ്തു തന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വന്നത് എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് വന്നത് 29,000 സംതിങ്, റൗണ്ട് ചെയ്ത് ഒരു 30,000 ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സൈഡിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കേരളത്തിൽ കുറച്ചുകൂടി കുറവായിരിക്കും. കാര്യം നമ്മുടെ ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് അത്യാവശ്യം കൂടുതലാണ്. മാത്രമല്ല ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ക്വയർ പൈപ്പിൻ്റെ 3/4 ഇഞ്ചിൻ്റെ, പിന്നെ അതേപോലെ 1 ഇഞ്ചിൻ്റെ, 1.5 ഇഞ്ചിൻ്റെ ഒക്കെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ്. പിന്നെ ഫുൾ മെഷിട്ട് അതിനെ ഒന്ന് ക്ലോസ് ചെയ്തു. പിന്നെ ഈ ഒരു സംഭവം പിന്നെ അതിനാണ് ഒരു കൂടുതൽ എമൗണ്ട് ചിലവായത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഷീറ്റ്. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു സംഭവത്തിന് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ഓപ്പണായിട്ട് നടക്കുന്ന ഒരു ഫീൽ അതിനുണ്ടാവും. അതും ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ രാത്രി അത് കിടക്കാൻ നേരം ഇതിൻ്റെ കൂട്ടിനുള്ളിൽ അത് കയറിക്കോളും എന്ന് വെച്ചു. കിടക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കോളുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് 2 ക്യാബിനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. 2 ക്യാബിനാക്കി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ ഒരു ഇൻ കേസ് എന്തെങ്കിലും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റ് സംഭവങ്ങൾ വന്ന് കുത്തുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി, ഞാനും ഭയങ്കര ഹാപ്പി. ഞാൻ ഉണ്ടാക്കാൻ കാരണം തന്നെ നമ്മൾ എൻഗേജ് ആവും, നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. ഇത് ആദ്യത്തെ ഒരു 4 months ഒക്കെ ആകുമ്പോഴത്തേക്ക് മുട്ടൊന്നും ഇടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടാറുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് മുട്ട, ഭയങ്കര എല്ലാം ഇടാനൊന്നും തുടങ്ങിയില്ല, പക്ഷെ അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ എതിലിൻ ബേബിയും ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണിത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. അത് മാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു യൂസ് ചെയ്യാണ്ട് വിട്ടൊരു റൂഫിൻ്റെ മുകളിലാണ്. റൂഫിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഇങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞ് പോയി അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ കൂടിൻ്റെ താഴെ എപ്പോഴും ഏതെങ്കിലും താഴെ വിരിച്ചിട്ടിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈ
ഫർണിച്ചർ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് വെള്ളം എത്തിക്കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ല ഇവിടെ. കാര്യം എൻ്റെ റൂമിൻ്റെ വരാന്ത അവിടെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സ്മെല്ലൊന്നും കിട്ടില്ല. സോ അതാണ് നമ്മുടെ ഈ കൂടിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ വളർത്തുന്ന കോഴി എന്താണെന്ന് വെച്ചാൽ കുറേ ഫാൻസി കോഴികളാണ്. ഈ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്, പിന്നെ കരിങ്കോഴിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ കോഴിയുണ്ട്, വേറെ പേരറിയാത്ത കുറച്ചൊരു 3 ടൈപ്പ് ഉണ്ട്. അതെനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ ഈ കോഴീൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി അറിയുന്നവർ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് ആകെ അറിയുന്നത് ഇത് ബ്രഹ്മയുണ്ട്, കരിങ്കോഴിയുണ്ട്, പിന്നെ ഒരു നാടൻ കോഴിയുണ്ട്. അല്ലാണ്ട് മറ്റതിൻ്റെ ഒക്കെ പേരറിയില്ല. ഒരു ഡോർഫ് വെറൈറ്റി എന്ന് വെച്ചാൽ വളരാത്ത കുറുങ്കാലി ടൈപ്പ് ഒന്നുണ്ട്, ഞങ്ങൾ കുറുങ്കാലി എന്നാണ് പറയുന്നത്, അത് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടൈപ്പും ഉണ്ട്. പിന്നെ ഒരു നോർമൽ ടൈപ്പിൻ്റെ കാലിൽ രോമുള്ളൊക്കെ ടൈപ്പ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയുന്നവർ അത്രയ്ക്കാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് താഴെയുള്ളതൊന്നും ഉണ്ടാവാറില്ല, അത് എല്ലാം കഴിച്ച് തീർക്കും. പിന്നെ വെള്ളം മാറ്റി കൊടുത്താൽ മതി ഡെയിലി. വെള്ളം തന്നെ അത് ഫുള്ള് തീർത്ത് തരും. ഇതൊരു വെറൈറ്റി സംഭവമാണ്. ഇത് അത്യാവശ്യം വലുതാവുന്ന ടൈപ്പാണ്. ഇത് ആദ്യം നമുക്ക് വാങ്ങിച്ച സമയത്ത് ഇത് ഒരു ഫുൾ ബ്ലാക്ക് കളറിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വേറെ ഒരു ഗോൾഡൻ കളറൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ നാടൻ, നമ്മുടെ സാധാ നാടൻ കോഴി. പിന്നെ ഇതാണ് ബ്രഹ്മ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കുറേ വെറൈറ്റി കളർ ഉണ്ട്. അതൊക്കെ ബ്രഹ്മയാണ്. പിന്നെ ഉള്ളത് ഞാനൊരു ചെറിയ കോഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഈ സംഭവം അതൊരു ചെറുതാണ്. അപ്പോൾ അത് 3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ചെറുതായതുകൊണ്ട് തന്നെ മറ്റു കോഴികൾ അതിനെ ഉപദ്രവിച്ചിട്ട്, ഇതിന് സെയിം ഏജാണ്, പക്ഷേ അത് ഉപദ്രവിച്ചിട്ട് അത് ചത്തുപോയി. 3 എണ്ണം ചത്തുപോയി. ഇതാണ് മിച്ചമുള്ളത്. പിന്നെയുള്ള ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞത് ഇതാണ്. ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്, കാലിലൊക്കെ രോമമുണ്ട്, കാണാനൊരു സുന്ദരൻ. ഇവരൊക്കെ ഇത് നമുക്ക് ഫസ്റ്റ് ഉടച്ച ആ ദിവസം തന്നെ നമ്മൾ മേടിച്ചതായിരുന്നു. എല്ലാവരും ഹാപ്പി. ഞാനെന്തായാലും ഇന്ന് പോവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫാമിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.